ഇന്നായിരുന്നു നമ്മളെ +1 ഫിസിക്സ് എക്സാം വന്നിട്ട്. എക്സാം പേപ്പർ വൈസ് വളരെ നല്ലൊരു പേപ്പറാണ്. പേപ്പർ വൈസ് ഗുഡ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ കുറച്ചൊക്കെ ഒരു ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഡെറിവേഷൻസും ന്യൂമറിക്കൽസൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഡെറിവേഷൻ ചോദിക്കായിരുന്നു. കാരണം ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഡെറിവേഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറ്. ഇപ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് കുറച്ച് തിയറിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് കോൺസെപ്റ്റ് ചില ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ അത്യാവശ്യം അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് അങ്ങോട്ട് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ മാർക്ക് വൈസ് അങ്ങോട്ട് പറയാം. പേപ്പർ കിട്ടിയപ്പോൾ തന്നെ 1 മാർക്കിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു. അപ്പം തന്നെ വിചാരിച്ചു കുറച്ച് സിമ്പിളുണ്ട്, അപ്പോൾ എന്തായാലും അടിപൊളി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് സെക്ഷൻ ഇങ്ങനെ വൈസ് കൂടുന്നോറും ഓരോ ഡിഫിക്കൽട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. സെക്ഷൻ സി ഒക്കെ കണ്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പോകെ കുറച്ച് ടഫ് വരുന്നുണ്ട് എന്ന്. ആൻഡ് ഞാൻ ഓർഡർ വൈസ് ആണ് എഴുതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇടയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്ന ആ ഒരു ശീലക്കില്ല. അപ്പം ഞാൻ ഓർഡർ വൈസ് ആണ് എഴുതാറ്. അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, എന്തായാലും അത് മുഴുവനായിട്ട് കിട്ടാൻ പോണില്ല. അപ്പോൾ എനിക്ക് ആകെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് ആകെ 3 ഫുള്ളായിട്ട് കിട്ടിയത്. ബാക്കിയുള്ള എല്ലാത്തിനും ബി കിട്ടിയാൽ എ കിട്ടില്ല, എ കിട്ടിയാൽ ബി കിട്ടില്ല, ചിലപ്പോൾ 2 കിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ തിയറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി അല്ല ചോദിച്ചിട്ടുള്ളത്. കുറച്ച് എനിക്ക് നല്ല ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് മെയിനായിട്ട് തെർമോഡൈനാമിക്സിലെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വല്ലാതെ അതിനോട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല തിയറിയിലോട്ട്. ബിക്കോസ് ഞാൻ ഡെറിവേഷന് ഒരുപാട് നേരം കളഞ്ഞു. ആൻഡ് എനിക്ക് തോന്നി തിയറി കുറച്ചും കൂടി നോക്കിയിരുന്ന് കിട്ടിയേനെ. പക്ഷെ പോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഈ പേപ്പർ മൊത്തത്തിൽ ഈസി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു മീഡിയം ടു ആവറേജ് അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കാണോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ള എക്സാം മാത്സ് ആണ്. അപ്പോൾ അതിനുള്ള പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കാനേ നിന്നിട്ടില്ല. മിക്കവാറും ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തേണ്ടി വരും 2-3 സബ്ജക്റ്റിൽ. കാരണം +1 ഞാൻ അത്യാവശ്യം നല്ല ഉഴപ്പായിരുന്നു. 10ാം ക്ലാസ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ +1 എത്തിയപ്പോൾ കുറച്ചധികം കൊണ്ട് ഉഴപ്പി. പക്ഷേ ഇൻഷാ അല്ലാഹ് +2 തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വിടുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫിസിക്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം വൈസ്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ.